ഓ ഫ്ലാഷ് ഓണായ. ഞങ്ങൾ തിരുപ്പതി പോവാണ്. മോർണിംഗ് 5:30. ഫുൾ പ്രപ്പാണ് പില്ലോ ബ്ലാങ്കറ്റൊക്കെ ആയിട്ട്. ഞങ്ങൾ വല്യമ്മയുടെ വീട്ടിൽ പോവാ. ഇനി വല്യമ്മേനെയും വെളിച്ചനെയും വിളിച്ചോണ്ട് വരും. അമ്മച്ചി വേറെ കൂൾ കഫ്താനൊക്കെ വേറെ അമ്മച്ചി ഫ്ലാഷില് കാണണം. Oh, so cool she looks. Yeah, she looks very cool. Yeah, she looks very cool. താക്കോലിട്ട് പൂട്ടണം. ഫ്ലാഷ് ഇട്ടേക്കുന്ന കാരണമാണ് ഇത്രയും തോന്നുന്നത്. എന്താ എടാ താക്കോലിട്ട് പൂട്ടണോ? ഇനി അത് തിരിക്കാൻ പാടാണ്. ചേച്ചി പോയിട്ട് വരട്ടേട്ടാ. ഏർലി ഇൻ ദ മോർണിംഗ്. ആക്ച്വലി ടൈം ഇസ് 5:30. പക്ഷെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിട്ടിരിക്കുക. അപ്പോഴേക്ക് ഒരു 3 മണിയാണെന്ന് തോന്നും വേണമെങ്കിൽ. അമ്മച്ചി നോക്കിയേ. അമ്മച്ചി നോക്കിയേ. Off we go. ശിവരഞ്ജിനി ഞാൻ ആദ്യമായിട്ട് സ്കൂട്ടറിൽ വീണേന്റെ തലേ ദിവസം എന്തോ എന്റെ ബസ്സിലെ മിസ് ഞാൻ കണ്ടെയ്നർ റോഡിൽ വെച്ചങ്ങ് പറന്നു പോണെന്ന് ബസ്സിൽ വെച്ച് കണ്ടായിരുന്നു. എന്നിട്ട് എന്റെ അടുത്തൊന്ന് പറഞ്ഞു, നല്ല ഇതിലാണല്ലോ പോയിക്കൊണ്ടിരുന്നത്. അടുത്ത ദിവസം ഞാൻ ഞൊണ്ടി എന്താ കാര്യം എനിക്കറിയാം. ഹായ്, അമ്മച്ചി ഇവിടെ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ ഒക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. അതെ, നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാമറ വ്ളോഗർ ക്യാമറ. അതിലുള്ള ഫുട്ടേജിന്റെ അവസ്ഥ എനിക്കറിയില്ല. അതെ, തമിഴ്നാട്ടിലെ കാരണം ഇനി നമ്മൾ തമിഴാണ് സംസാരിക്കുന്നത്. തമിഴിൽ താൻ പേശു. മലയാളത്തിൽ പേച്ച് വരാത്. മലയാളത്തിൽ പേച്ച് വരാത്. ഞങ്ങളൊരു 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ജസ്റ്റ് തമിഴ്നാട്ടിലോട്ട് കയറിയ ആ സമയത്ത് നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുട്ടേജൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ല എന്ന് ഇപ്പോൾ ഫോൺ ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത്. സോ ദിസ് ഇസ് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻ ആഫ്റ്റർ ദാറ്റ്. ഇപ്പൊ ടൈം എന്നാത് 1:17. நம்ம சாப்பிட போறோம். சாப்பிடுறதுக்காக நாங்க ஏடிபி ஆனந்த் பவன் சர்ச் பண்ணிக்கிட்டு அடையார் ஆனந்த் பவன் தப்பிக்கிட்டு இருந்தேன். நான் 33 കിലോമീറ്റർ അപ്പുറത്ത് പോണം. அதனாலே ഹായ്, ഇപ്പൊ 1:45. മിനി മീൽസാ പറഞ്ഞത്. മിനി മീൽസ് ഫുൾ മീൽസ് ഉണ്ട്. ഫുൾ മീൽസിൽ കുറേ കൂടി ചെറിയ ചെറിയ കറികളൊക്കെ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. മിനി മീൽസ് പക്ഷെ അത്ര മതിയാവും, അത്ര ആപ്പറ്റൈറ്റ് ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ മിനി മീൽസ്. ഇറ്റ് ലുക്സ് വെരി നൈസ്. ആകുന്ന ഡു യു വാണ്ട് ടു സ്റ്റാർട്ട് ഡിസ്മാൻഡലിംഗ്? Okay, we have chapati. Okay. We have tomato rice. Okay. Then next to the left, we have narando rice. Okay, cool. Okay. We have beans story. Okay. We have rice sadam. This side sadam, yeah. We have some cauliflower something like that. yes. Yeah, nice. And we have sambar tango. Oh, okay. Kesari we have. Yeah. And we have papadam. And this is small papadams. I like these papadams. Nice. That's nice. Cauliflower slice. Here is പായസം കണ്ടോ? ഇവരുടെ മെയിൻ ഒരു ഇവരുടെ 15 ഡിഷ് ഉണ്ട്. 15 1 2 3 4 5 6 7 8 9 10 11. Wow, very nice. How was the food? നല്ലതായിരുന്നു. It's very nice actually. Yeah, this is our third time come. Yeah, third time coming to Tibetan. First time we were like really small. ആളെന്ത് ആക്ച്വൽ പുളുവായിരുന്നു. I was in 7th standard. എനിക്ക് 7 വയസ്സ്. നന്ദയ്ക്ക് 7 വയസ്സ്. I was in 7th standard. ചേച്ചിക്ക് 7 9 വയസ്സ്. അല്ല, ഞാൻ 7ാം ക്ലാസ്, ചേട്ടൻ 9ാം ക്ലാസ്. അച്ഛൻ ചെറിയൊരു തോമസ് സെൽബി ആയിട്ടാണ് ആളെന്താ വാങ്ങിച്ചോട്ടെ. അച്ഛനെ ക്യാപ്പ് ലുക്സ് ലൈക്ക് തോമസ് സെൽബി. പില്ല കാണിക്കാം നമുക്ക് ഇവിടെ. ഞങ്ങളുടെ പില്ല. ഇത് ഞങ്ങളുടെ ബെഡ്ഷീറ്റ്. ഇതൊക്കെ പുതച്ചിട്ടാണ് ഞങ്ങൾ കാറിൽ ഇരിക്കുന്നത്. കംഫർട്ടബിൾ ജേർണി. ഉദയനിധി സ്ഥലം.
How do you know Udhayanidhi Stalin? Udhayanidhi Stalin മറ്റേ നയൻതാരയുടെ സിനിമയിലെ കുറെ സിനിമ അതെ അത് കാരണമായിരിക്കും വൈഎൽസുടയിലേക്കും. സോ ഉദയനിധി സ്റ്റാലിൻ കുറെ സിനിമ പ്രൊഡ്യൂസർ ആയിട്ടുണ്ട്. ആദവൻ സിനിമയുടെ പ്രൊഡ്യൂസർ എന്തോ ആണ് ഉദയനിധി സ്റ്റാലിൻ. അതിന്റെ ഏറ്റവും ആദവൻ എന്നിട്ട് ആ സിനിമയുടെ ക്ലൈമാക്സിന്റെ സമയത്ത് ഉദയനിധി സ്റ്റാലിനും പിന്നെ വേറെ സന്താനമാണ് ഇവര് വേറെ രണ്ടുപേരും കൂടെ എന്തോ വരും കള്ളന്മാരായിട്ട്. അങ്ങനെ ചുമ്മാ ക്യാമിയോ റോൾ ഉണ്ട്. അത് ആക്ച്വലി പുള്ളിയാ. പിന്നെ മറ്റേ ഈ സിനിമയില്ലേ കാതലിക്ക നേരം എന്ന സിനിമ നിത്യവന്റെ ആ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഉദയനിധി സ്റ്റാലിന്റെ ഭാര്യ. I also like his name. Udhayanidhi. Like grandfather means Karunanidhi. So Karunanidhiയുടെ കുറച്ചെടുത്തിട്ട് Udhayanidhi. I like the name. So we are going to Tamil Nadu right now. We are going through Tamil Nadu right now. Yeah, and we are going to Tirupati right now. Yes. എത്ര വലുതായിട്ട് വരച്ചിട്ടായിരിക്കും അത് ആക്ച്വലി എന്തൊരു വലുതായിട്ട് വരച്ചേക്കുന്നുണ്ടായിരിക്കും ഇത്രയും കാണുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് ശിവലിംഗമായിട്ടും ആ നെറ്റി അത് തിരുനെറ്റിയായിട്ടും കരുതാം. പിന്നെ അക്കു ഉണ്ടല്ലോ, അക്കു ഞങ്ങളുടെ ചേച്ചിയുടെ മോൻ. അവൻ ഇപ്പം 7 വയസ്സായി. പക്ഷെ അവന് 2 വയസ്സുള്ള സമയത്തൊക്കെ ഇവന് ഫുഡ് കഴിക്കണമെങ്കിൽ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഇവന് ബാഹുബലി കണ്ടാലേ ഫുഡ് കഴിക്കൂ. ബാഹുബലി അല്ലാതെ വേറെ ഒന്നും കണ്ടാലും ഫുഡ് കഴിക്കില്ല. അപ്പോൾ അത് പല പല ഭാഷകളിൽ ബാഹുബലി 1 ഉം 2 ഉം മാറ്റി മാറ്റി ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ ടി വിയിൽ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും സിനിമയൊക്കെ ടി വിയിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വരും, ഇല്ല ബാഹുബലി ഇടണം എന്നൊക്കെ പറഞ്ഞ് വരും. ആൻഡ് അക്ക് കുഞ്ഞിനായിരിക്കുന്ന സമയത്ത് ലൈക്ക് കുറേ ബാഹുബലി റിലേറ്റഡ് ഇൻസിഡൻസ് ആക്ച്വലി വീട്ടിലുണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, അപ്പോഴത്തേക്കും പിന്നെ ഓടി വന്നിട്ട് വീട്ടില് റിസീവർ മോഡൊക്കെ വെച്ചേക്കുന്നതിന്റെ മുകളിൽ ഇങ്ങനെ പൊടി എന്ന് പറയാനില്ല ചെറിയൊരു ഇതുണ്ട്. ഇവൻ ഓടി വന്നിട്ട് ഇവനൊരു 2 വയസ്സ് 3 വയസ്സുള്ള ആ സമയത്ത് ഇവൻ ഓടി വന്നിട്ട് ഒരു കൈ വെച്ച് ഇവന്റെ ടീഷർട്ട് ഇങ്ങനെ വലിച്ചു ഊരി. ഓക്കെ, ലൈക്ക് ഇൻ ദ ലിവിംഗ് റൂം ഈസ് സ്റ്റാൻഡിങ് ദേർ. എന്നിട്ട് ദിസ് ഇസ് ബാഹുബലി 2 വാർ നടക്കുന്ന സമയത്ത് ബാഹുബലിക്ക് അതിലൊരു ഇഞ്ചുറി ആവും. ഇഞ്ചുറി ആയിട്ട് നെഞ്ചത്തൊരു ഇഞ്ചുറി ഉണ്ടാവും. എന്നിട്ട് പുള്ളി ഇങ്ങനെ ബസ് കൊടുത്ത് തേക്കുന്ന ഒരു സീനുണ്ട്. ആ സീൻ നടക്കുന്ന എക്സാക്ട് ടൈം ആയപ്പോഴത്തേക്കിനും അക്കു ഓടി വന്ന് ടീഷർട്ട് ഒരു കൈ വെച്ച് വലിച്ചു കൂടിയിട്ട് ഈ റിസീവറിന്റെ മുകളിലുള്ള പൊടിയൊന്നും പറയാനില്ല. ഇറ്റ്സ് ലൈക്ക് അതെടുത്ത് ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ തേച്ചിങ്ങനെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പാടിക്കടേ. അയ്യോ, അതുപോലെ എന്തൊക്കെയാണെന്നറിയോ. പിന്നെ ഇതുപോലെ ഞങ്ങളെ വല്ല ഉത്സവപാർത്ഥം എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും അവൻ വാള മേടിക്കും. ലൈക്ക് അവന്റെ റിമോട്ട് കൺട്രോൾ കാർ അത് ഇതിനെ കാട്ടിലും അവന് ഏറ്റവും ഇഷ്ടം മീൻസ് അമ്പും വില്ലും പിന്നെ വാളും. എന്നിട്ട് ഈ അമ്പും വില്ലും ഇങ്ങനെ മറ്റേ 3 വിരലിൽ കൂടെ ഇങ്ങനെ ഇത് ചെയ്ത് ഇങ്ങനെ ചെയ്യാനാണ് നോക്കുന്നത്, ബാഹുബലി ചെയ്യുന്നത് പോലെ. ഉള്ളിലോട്ട് മടക്കി നമ്മൾ തിരുപ്പതി എത്തിയിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. നൗ വി ആർ ഗോയിങ് ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട്. സോ ടിക്കറ്റ് എടുക്കുന്നത് ഒരു സ്ഥലത്തും ഒരു ഡിഫറൻസ്. ഞാനുണ്ട് അമ്പലം വേറെയാണ്, ടിക്കറ്റ് വേറെ സ്ഥലത്താണ്. അപ്പൊ നമ്മളിപ്പോ ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ടിക്കറ്റ് ഉണ്ട്. ഫ്രീ ടിക്കറ്റ്, 50 രൂപ ടിക്കറ്റ്, 300 രൂപ ടിക്കറ്റ്, അങ്ങനെ പലതും ഉണ്ട്. സോ പല ടിക്കറ്റുകളും ആക്ച്വലി ഓൺലൈൻ വഴി ബുക്കൊക്കെ ചെയ്യണം, അങ്ങനത്തെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. ഇത് അത്രയ്ക്ക് തിരക്കില്ലാത്ത ഒരു സമയമായത് കാരണം നമ്മൾ ആ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട വരില്ല എന്നുള്ളതിൽ നമ്മളിപ്പോൾ സ്പോട്ട് ബുക്കിംഗ് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇച്ചിരി നടന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് എ വെരി നൈസ് പ്ലേസ് ആക്ച്വലി. ദിസ് ലുക്സ് ലൈക്ക് ഇവിടുത്തെ ദേവസ്വത്തിന്റെ ബിൽഡിങ്. പക്ഷെ ആ ബിൽഡിങ്ങിന്റെ മുകളൊക്കെ നോക്ക്, ഇറ്റ്സ് ലൈക്ക് സോ പ്രിറ്റി. അതിന്റെ ആർട്ട് വർക്കിന് നമ്മളിവിടുത്തെ ക്യൂവിൽ നിന്നിരിക്കുകയാണ്. സോ ദിസ് ഇസ് ഇവിടെ സർവദർശൻ എന്ന് പറഞ്ഞിട്ടാണ്. സോ നമുക്കിവിടെ ഇങ്ങനെ ക്യൂ നിന്ന് പോവാം. ഇറ്റ്സ് ലോജിക്. ഞങ്ങളിന്ന് രാവിലെ തൊട്ട് 3 സ്റ്റേറ്റ് കയറി ഇറങ്ങി. ഇവരൊക്കെ വൈകി ഒച്ചനായിക്കൊണ്ടിരിക്കുകയാണല്ലോ. വേറെ കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ വ്ളോഗിന്റെ ചെയ്യാൻ പറ്റാതെ. അതെ, വ്ളോഗ് ഇടാത്തതിന്. കാരണം ഇരിക്കുന്ന സമയത്ത് കുറെ മലയും അങ്ങനത്തെ യൂട്യൂബിൽ എന്തടിച്ചു നോക്കിയാലും കിട്ടുന്ന സാധനങ്ങളുടെ വീഡിയോ ഞങ്ങൾ എടുക്കാത്തതിന് എന്തൊരു പരാതിയായിരുന്നു എല്ലാവരും. ഒരു എത്ര കിലോ മാങ്ങ നമ്മൾ മേടിച്ചിട്ടുണ്ടാവും? നമ്മൾ ഇത്രയും മാങ്ങ മേടിച്ചു. ഓൾമോസ്റ്റ് കുറേ
Fun trivia. This is Nandu, this is Nanda. Basically, 2 siblings decided to name their 2 kids the same name. And they both call their kids Nanduta. Yeah. These are the 2 siblings who did that. Bye bye. അവർ പോയി. ഞങ്ങൾ ഇവിടെ വന്ന് ജസ്റ്റ് പെട്ടി സാധനങ്ങളൊക്കെ വെച്ചു. ആരാണ്? നമ്മളൊക്കെ തന്നെ. ഓക്കെ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാം ഗൈസ്. ഫുഡ് കഴിക്കാൻ പോകാം നമുക്ക്. താർക്കൂട്ടം മുടി കെട്ടിയും താർക്കൂട്ടം ഞാൻ ആക്ച്വലി ഇന്നൊന്ന് മീൻസ് ഐലൈനർ ഒന്നും ഇട്ടില്ല, കാരണം കാറ് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയാണല്ലോ ഇന്നത്തെ ഹോൾ ഡേ ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഒന്നും മേക്കപ്പ് ഒന്നും ചെയ്തില്ല. അതാണ് ലിപ്സ്റ്റിക് തന്നെ. ആഹാ, എന്താ ഒരു ചേഞ്ച്. ഓക്കെ, എവരിബഡി ഈസ് ടോക്കിംഗ് ആനിമേറ്റഡ് ആയിട്ട്. ആണേ ഞങ്ങളുടെ വ്ളോഗ് പ്രസിഡന്റ്. ഞങ്ങളിവിടെ ഉടുപ്പി ശ്രീനിവാസ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. മൈസൂർ മസാല ദോശ. ഞങ്ങൾ ആക്ച്വലി ഫുഡ് വന്ന് ഇവിടെ കഴിച്ചു തീരാറായി, മറന്നുപോയി വ്ളോഗിൻ്റെ കാര്യം. സോ വി ഓർഡർഡ് ഫ്രൈഡ് റൈസ് ആൻഡ് ദാൽ തഡ്ക, ഗോബി മഞ്ചൂരിയൻ, ബട്ടർ നാൻ, പനീർ ബട്ടർ മസാല. ബേസിക്കലി ലിറ്ററലി എവറിത്തിങ് ഇസ് ഓവർ ഹിയർ ആൻഡ് വി ആർ ഓൺ ദ ലാസ്റ്റ് പീസ് ഓഫ് നാൻ. സാഡ്. ഞങ്ങളിതേ ഇവിടെ ജസ്റ്റ് അറൈവ് ചെയ്തു, പക്ഷെ അപ്പം ഇവിടെ നല്ല മഴയായിരുന്നു ആൻഡ് കുട എല്ലാവരും മുകളിലാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ചാടി ഇറങ്ങി. എന്നാൽ ഞങ്ങൾ ഇനി കുട എടുക്കാൻ പോവാണ്. ആക്ച്വലി നല്ല മഴയാണ് കേട്ടോ, ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇത് നല്ല മഴയുണ്ട്. ഞങ്ങളിതാ ഞങ്ങളുടെ കുടയുമായി തിരിച്ച് കാറിലേക്ക് പോവാണ്. വാട്ട് ആർ ദ ചാൻസസ് ദാറ്റ് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കിനും മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ മാറില്ല. സാധാരണ നമ്മളിപ്പോൾ എന്തിങ്ങനത്തെ പരിപാടി നമ്മളുടെ ഇത് വിജയിച്ചിരിക്കുകയാണ്. അതെ, അത് സാധാരണ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വിജയിച്ചാല് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും എന്തായാലും മഴ മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഞങ്ങള് ഫുള്ള് രാവിലെ തൊട്ട് വൈകുന്നേരം വണ്ടി ഓടിച്ച് ഇവിടെ തിരുപ്പതിയിലെത്തി. വണ്ടി ഓടിച്ചു. അല്ല, അച്ഛൻ വണ്ടി ഓടിച്ച് ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ വന്ന് ദേവസ്ഥത്തിന് അവിടെയൊക്കെ നമ്മൾ റൂം പിടിക്കാൻ നോക്കി, അതൊന്നും കിട്ടിയില്ല. കുറെ നാളെ മുന്നേ ബുക്ക് ചെയ്യണം, 3 months മുന്നേ ബുക്ക് ചെയ്യണം. സോ ഇപ്പൊ നമ്മൾ വന്നിട്ട് ഇവിടെ വേറെ ഒരു നല്ലൊരു പ്ലേസ്, നല്ലൊരു വെരി നൈസ് 2 BHK BHK, TV ഉണ്ട്, വേറെ 1 BHK അപ്പാർട്ട്മെന്റ് കൊടുത്തു. ഇറ്റ്സ് വെരി നൈസ്. അപ്പൊ അവിടെ അമ്മച്ചി is dead in her cool kaftan. ഞങ്ങൾ ഉടുപ്പി പോയി ഫുഡ് കഴിച്ചു. ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് ഫുഡ്. ഇനി നമ്മൾ റോഡിൽ കുറച്ചു നേരം കണ്ട് കിടന്നുറങ്ങാൻ പോവാണ്. മാങ്ങ കഴിച്ച് കിടന്നുറങ്ങാൻ പോവാണ്. ആൻഡ് see you tomorrow morning. Good morning everybody. Good morning. തിരുപ്പതിയുടെ നമുക്ക് outfit check. Okay, balcony പോകാം. Okay, why not? ഇത് അമ്മച്ചിയുടെ ചുരിദാറാണ് ആളെല്ലാം ഇട്ടിരിക്കുന്നത്. Yes. It's very pretty. Thank you. That's it. കണ്ടു guys. Why not? ചേച്ചിയുടെ ചുരിദാറാണ് ധരിച്ചിട്ടിരിക്കുന്നത്. അല്ല, അമ്മച്ചിക്ക് മേടിച്ചതാണ്. പക്ഷെ അമ്മച്ചി ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പൊ നമുക്ക് അവിടെ തിരുപ്പതിയിൽ സാധനങ്ങളൊന്നും നടക്കാനൊന്നും പറ്റില്ല. ആക്ച്വലി മൊബൈലൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റില്ല. സോ ജസ്റ്റ് my tote bag. ഇത് സാധനങ്ങളുടെ tote bag. Everyone calls it നന്ദയുടെ കറുത്ത സഞ്ചി. Not everybody. I don't call it that. അമ്മച്ചി അച്ഛനൊക്കെ അങ്ങനെ വിളിക്കുന്നത്. അമ്മച്ചിയും വെല്ലിമ്മയും. So Daddy's chilling. Daddy's outfits. അമ്മച്ചി outfit check. Wow, super. ഞങ്ങൾ ആദ്യമായിട്ട് തിരുപ്പതി വന്നപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിലായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് അന്ന് എനിക്ക് വലിയ കണക്റ്റ് ഒന്നും ഉണ്ടായിട്ടുണ്ടെന്ന്. ഞങ്ങളന്ന് തിരിച്ചു പോയപ്പോൾ അമ്മ ഒരു തിരുപ്പതി ഭഗവാന്റെ ഫോട്ടോ മേടിച്ചിട്ടുണ്ടായി. ആൻഡ് കഴിഞ്ഞ ഒരു 12-13 വർഷമായിട്ട് അത് ഞങ്ങളുടെ പൂജാമുറിയിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഈ പ്രാവശ്യം ഇറ്റ് ജസ്റ്റ് ഫെൽ സോ സ്പെഷ്യൽ. കാരണം എല്ലാ ദിവസവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ദൈവത്തിനെ ഞാൻ അടുത്ത് കണ്ട പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ
അടയാർ ആനന്ദഭവനത്തിരിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അടയാർ ആനന്ദഭവനിലുണ്ട്. അപ്പാരലി താരച്ചേച്ചിയുടെയും അമ്മച്ചിയുടെയും ഫേവറേറ്റ് വെജ് റെസ്റ്റോറൻറ്റ്. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. ഞാൻ കണ്ടിട്ടുള്ളത് നീ ഇതുവരെ വന്നിട്ടില്ലേ? ഇല്ല, അത് തമിഴ്നാട് വെജ് ആന്ധ്രാപ്രദേശ് ഉണ്ട്. യാ ഞാൻ മലയാളി. യാ അടയാർ ആനന്ദഭവൻ. ഇറ്റ്സ് റിയലി നൈസ്. It's very nice. It's a very good kada. It's like it's like a proper brand. Allah, it's like a proper brand. Like okay. Yeah, it looks like it looks a little bougie for a വെജ് റെസ്റ്റോറൻറ്റ്. yeah for a nice. place you are coming to eat breakfast before you go to Ambalam. It's a lot of sweets. ഞങ്ങൾ ചെന്നൈയിൽ വന്നപ്പോൾ എനിക്ക് ഇവിടുന്ന് ആ സ്വീറ്റ്സ് മേടിച്ചുകൊണ്ടുവന്നത്. യാ ഞങ്ങളാകെ ആനന്ദഭവനിൽ മാത്രമേ കയറിയുള്ളൂ. യാ ആ അതെ, അവിടെ ഇരുന്നോളാം. ആ ചേട്ടൻ വിളിച്ചു. എന്താ ആ ചേട്ടൻ അവിടെ ഇരുന്നോളാൻ പറഞ്ഞ് വിളിച്ച്. എന്താ ആ പിള്ളേക്ക് ജസ്റ്റ് ലൈക്ക് എ ബെറ്റർ ഐഡിയ. അവിടെ ഇഡ്ഡലി സാമ്പാർ ഇഡ്ഡലി. ഞാൻ പൊങ്കലാണ് പറഞ്ഞത്. ഇറ്റ്സ് വെരി വെരി നൈസ് ആക്ച്വലി. വെല്ലമ്മയുടെ പൂരി മസാല എത്തി ഗൈസ്. നന്ദു എങ്ങനെയുണ്ട് പൊങ്കൽ എങ്ങനെയുണ്ട്? ரொம்ப நல்லா இருக்கு, ரொம்ப டேஸ்டியா இருக்கு. ഇതാ അമ്മച്ചിയുടെ പേപ്പർ റോസ്റ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് എ ടവർ, ഇറ്റ്സ് എ ലൈക്ക് എ ബിഗ് ടവർ, യു നോ. ഗ്രീൻ ചട്നി ഉണ്ട്, ഗ്രീൻ ചട്നി, ഓറഞ്ച് ചട്നി ആൻഡ് വൈറ്റ് ചട്നി ഉണ്ട് ആൻഡ് സമ്മർ. 4 ചട്നി ഉണ്ടാ, അത് കൊള്ളാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. നമ്മുടെ ശ്രീരാമന്റെ അങ്ങോട്ടും ഉണ്ട്. വെരി In 500 meters, turn right onto Swarnamukhi Road. താഴ്ച നിൽക്കുന്ന പിന്നെ ഫ്ലെക്സ് വെച്ചു. ആരുടെ ബർത്ത്ഡേ നടുക്ക് നിൽക്കുന്ന ആളാണ്. ഇത് ഇവിടെ ഇതുപോലെ കുറെ എണ്ണം കാണാം. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കണ്ട, ഇതിലൊരു 15 പേരുണ്ട്. ഇതിൽ ആരുടെയാണ് ബർത്ത്ഡേ? സൈഡിൽ നിൽക്കുന്ന ആളാണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഹായ് ഇതാരേ? കാളഹസ്തി ഒരേ കാണുന്നില്ല, വെരി വൃത്തി. നമുക്ക് ദൂരെ നിന്ന് വന്ന സമയത്ത് ആക്ച്വലി ശിവനും പാർവതിയൊക്കെ അവിടെ അടുത്ത് നമുക്ക് ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പുറമേ നിന്ന് കാണുന്നത് ഇസ് വെരി നൈസ്, അല്ലാതെ ലൈക്ക് ദ ഹോൾ അറ്റ്മോസ്ഫിയർ ഇസ് വെരി നൈസ്. സിറ്റി അല്ല അത്രയ്ക്ക്, പക്ഷെ കുറച്ച് ചെറിയ ചെറിയ കടകളും കുറച്ച് വീടുകളും അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ട്. ഇറ്റ് ലുക്സ് വെരി നൈസ്, അറ്റ്മോസ്ഫിയർ ഇസ് വെരി നൈസ്. അപ്പൊ ഞങ്ങൾ ഇനി പോവാൻ പോവാണ്, അമ്പലത്തിൽ പോവാൻ പോവാണ്. നമുക്ക് ക്യാമറ ഒന്നും എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി വന്നിട്ട് ഹായ്. ഞങ്ങളിപ്പോ കാളഹസ്തിയിൽ നിന്ന് തിരിച്ചു വന്നു. ഞങ്ങൾ തിരിച്ച് ഹോട്ടൽ റൂമിൽ വന്നിരിക്കുകയാണ്.
ഒന്ന് ഫ്രഷ് ആയി കഴിച്ചിട്ട് ഞങ്ങൾ ഇത് Kalasip was actually very, very, very nice. Yeah. huge, Yeah. very gorgeous. And we did this Rahu Puja എന്ന് പറഞ്ഞ സാധനം. That's basically നമുക്ക് ലൈക്ക് നമ്മളതിന് പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ലൈക്ക് 2 സഞ്ചി അതിനകത്ത് കുറേ സാധനങ്ങൾ ഉണ്ടാവും. ഒരു സഞ്ചിയിൽ ഹാവ് ഫുൾ പൂ, ഒരു സഞ്ചിയിൽ ഹാവ് കുറെ മഞ്ഞപ്പൊടി, മുതിര, ഒരു പാക്കറ്റ് പയറ്, പിന്നെ 2 തുണി, ബ്ലാക്ക് തുണി, റെഡ് തുണി, പിന്നെ മഞ്ഞള്, 2 നാരങ്ങ, ഒരു തേങ്ങ, all that. അപ്പൊ അതൊക്കെ വെച്ചിട്ട് whole process. half an hour എടുക്കും. You have to sit at a full ഒരു whole full people. Over 500 people. Over 500 people. And then you're sitting അവിടെ ചവിട്ടപ്പടി ഇട്ടിട്ട് and you have to like എന്താ തുണി വെക്കുക, and then they'll give you instructions. മൈക്കിൽ അവരിങ്ങനെ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുക. ഇങ്ങനെ തെലുങ്കിലും ഹിന്ദിയിലും തമിഴിലൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ വെക്കും ചെയ്യും, ഒരു പ്രാർത്ഥിക്കാൻ പറയും, എഴുതിട്ട് പ്രാർത്ഥിക്കാൻ പറയും, ഇരുന്ന് ഞാൻ പറയും. It was very nice. Very nice. പിന്നെ അമ്പലമാസം വാസ് വെരി പ്രിറ്റി, ഫുൾ ഷാൻഡലീസ് അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സൈഡിൽ ഹാവ് ദ കവർ തിങ്. എന്നിട്ട് പിന്നെ വി ഹാഡ് ടു ലൈക്ക് മിക്സ് ഈ മഞ്ഞപ്പൊടിയും വേറെ ഒരു റെഡ് പൊടിയൊക്കെ. വി വർ ഡൂയിങ് ഇറ്റ് ടുഗദർ. ലൈക്ക് ഓക്കെ എൻ്റെ മഞ്ഞപ്പൊടിൻ്റെ പാക്കറ്റും റെഡ് പൊടിൻ്റെ പാക്കറ്റും. ഹി വാസ് ലൈക്ക് ഓക്കെ റെഡിന്റെ പാക്കറ്റ് പുള്ളി പറഞ്ഞു, മഞ്ഞൻ്റെ ഞങ്ങൾ ഒരുമിച്ചിട്ട് ഹി ടുക്ക് ദ സാധനം ആൻഡ് ഹി മിക്സ്ഡ് ലൈക്ക്. അല്ലെങ്കിൽ ഇവരുടെ എല്ലാവരും കയ്യിൽ മഞ്ഞ കളറായി, എന്തെങ്കിലും ആയി. വി ഹാഡ് അതർ സ്റ്റഫ് ടു ഡു. പക്ഷെ എന്റെ കയ്യിലായത് ആക്ച്വലി ഞാൻ ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിക്കാൻ സ്റ്റിൽ ഇറ്റ്സ് ദേർ. പക്ഷെ എൻ്റെ മൊത്തം പുള്ളിയാ ചെയ്തത്. പുള്ളി ഇങ്ങനെ ചെയ്തിട്ട് പുള്ളി തന്നെ മിക്സ് ചെയ്ത് പുള്ളി വെച്ചു. സ്റ്റിൽ ലുക്കിംഗ് ലിറ്റിൽ ഭക്തി നിർഭരം. ഇനി ലുക്കിംഗ് നൈസ്. തല തിരിഞ്ഞിരിക്കണ്ട. ചപ്പാത്തി, പപ്പടം, തൈര് സാദം, സാമ്പാർ സാദം, വെജ് ബിരിയാണിയാണ് തോന്നുന്നത്. വെജ് ബിരിയാണി, ക്യാരറ്റ്, പുളിയോദന. ഓക്കെ. ഇതെന്നാ കുറുമയാണെന്നില്ല. പിന്നെ ഇത് പൊങ്കലോ അങ്ങനെ തോന്നുന്നു. அகம் தானாய் அறிகிறதே அறிமுகம் இனி எதற்கு സ്പോട്ട് ആയതുകൊണ്ട് എടുക്കുന്നുണ്ട്. This is Tirupati city night guys. വെരി നൈസ്. ശരി പ്രത്യേകം. ഇപ്പൊ ആക്ച്വലി രാത്രി 12:30 ഞങ്ങള് തിരുപ്പതിന്ന് ദർശനം കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങള് 3:30 കേറിയത്. അതെ, ഞങ്ങള് 3:15 ഞങ്ങള് തിരുപ്പതിയിലെത്തി. 3:30 ഞങ്ങൾ മലയുടെ മുകളിൽ ഞങ്ങൾ 3:15 3:30 ഞങ്ങൾ ക്യൂ കയറി. 9:30 അത് കുഴപ്പമില്ല. 8 മണിക്കാണ് ഞങ്ങൾക്ക് ടൈം തന്നിരുന്നത്. അതെ, 8 മണിക്കാണ് ഞങ്ങൾക്ക് ടൈം തന്നിരുന്നത്. ഞങ്ങൾ 3:30 നേരത്തെ ഇറങ്ങി. ദർശനത്തിന് കയറിയപ്പോ തന്നെ സമയം 11 മണിയാണ്. അത്രയും നേരം ക്യൂ ആയിരുന്നു. ഞങ്ങള് അത് കഴിഞ്ഞ് പിന്നെ ചെറിയൊരു ലാഗ് ഉണ്ടായി. ഞങ്ങള് ദർശനം നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. അതെ, 9:15 ഞങ്ങള് ദർശനം കയറി. 9:16 ഞങ്ങൾ ഇറങ്ങി. അതിന് അമ്പലത്തിൽ നിന്ന് നമ്മള് ലഡു മേടിച്ചിറങ്ങിയപ്പോ 11 മണിയായി. പിന്നെ കുറച്ചൊരു ലാഗ് ഉണ്ടായി, വണ്ടി പോയി എടുത്തോണ്ട് വരാനൊക്കെ. തിരുപ്പതി ഈസ് ഹ്യൂജ് ഗൈസ്. എന്നിട്ട് എന്താ 12 മണിയായപ്പോ ഞങ്ങൾ ഇറങ്ങി. ഇപ്പൊ സമയം 12:30. ഞങ്ങള് മല ഇറങ്ങി. ഇന്നലത്തെ ഔട്ട്ഫിറ്റും ഇന്നത്തെ ഔട്ട്ഫിറ്റും സെയിം കളർ കോംബോയാണ്. ഞങ്ങള് വാപ്പസ് വീട്ടിൽ ജാ രഹേ ഹേ. ഇന്നലെ രാത്രി ആയതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് കാണിക്കാനുള്ള എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി നമ്മൾ നിർത്തിയല്ല, ആ തിരുപ്പതി മലയിൽ വെച്ചാണ് നമ്മൾ നിർത്തിയത്. ഞങ്ങള് മല ഇറങ്ങിയപ്പോ 12:45. എന്നിട്ട് ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. കാശ് വന്നു. ഓക്കെ. ലാസ്റ്റ് മീലും തിരുപ്പതി. ഞാൻ അടുത്ത ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ വേറെ എവിടെയെങ്കിലും ലാസ്റ്റ് മീൽ. ഇനി വരുമ്പോ വരാൻ ഈ ട്രിപ്പിൽ തിരുപ്പതിയില് ഗുഡ് എക്സ്പ്ലനേഷൻ.
ഇതാ നമ്മളുടെ സാരഥി വന്നിരിക്കുന്നു. ഇനി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. തിരുപ്പതിയിലെ കാരണം ഇങ്ങനത്തെ ഭാഷയിൽ സംസാരിക്കാം. അകം താനായി അരികിരതേ അറിമുഖം ഇനി എതற்கு തമിഴ്നാട് വെറുതെ തീർന്ന് 2 മണിക്കൂറായുള്ളൂ. That was never our intention though. Yes. Just roadside. It just happened to be there. Yeah, we're in Tamil Nadu. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഭൂരിലക്ഷമായി ഈ മെനു ഒന്നും ഞങ്ങൾ കാണപ്പാടം അറിയാത്തോണ്ടേ. ഓക്കെ, ഞങ്ങളിപ്പോൾ കേസിലിരിക്കേണ്ട. ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞു. വി ആർ ഗോയിങ് ബാക്ക്. ട്രിപ്പെന്ന് വിളിക്കാൻ പറ്റില്ല ആക്ച്വലി. തിരുപ്പതി പോയത് ഭക്തിസാന്ദ്രമായ ഒരു ട്രിപ്പായിരുന്നു എന്ന് പറയാം. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാം. തീർത്ഥയാത്ര. ദിസ് ഇസ് വാനിയമ്പാടി എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത്. വാനിയമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കേസിൽ നിർത്തിയേക്കേണ്ട. ഇന്നലെ രാത്രി ആക്ച്വലി നമ്മൾ തിരുപ്പതിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടന്നതെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളവിടെ 3:30-ക്കാണ് ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയത്. എന്നിട്ട് രാത്രി 9:30 വരെ നമ്മളവിടെ ക്യൂവിലായിരുന്നു. മീൻസ് പല പല ക്യൂ ആയിട്ട് അവരിങ്ങനെ കൊണ്ടുപോകും. ഓരോരോ റൂമുകളിൽ ഇരുത്തി അങ്ങനെ കൊണ്ടുപോകും. അതിൻ്റെ ഇടയ്ക്കൊരു 7 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് സാമ്പാർ സാധനം കിട്ടി. അവിടെ നിന്ന് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. കഴിച്ചാൽ കുറച്ച് നേരം നിൽക്കാൻ പറ്റും. ആക്ച്വലി ഭയങ്കര നല്ല ടേസ്റ്റും ആയിരുന്നു. എന്നിട്ടൊരു 9 മണി കഴിഞ്ഞു നമ്മൾ അമ്പലത്തിനകത്ത് കയറിയപ്പോൾ. അത് കഴിഞ്ഞ് നമ്മൾ വൃത്തി കാണാനൊക്കെ പറ്റി. അത് കഴിഞ്ഞ് ഇറങ്ങി, പിന്നെ മല ഇറങ്ങി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് താമസിക്കുന്ന അവിടെ എത്തിയപ്പോഴത്തേക്കിനും സമയം 12:30 കഴിഞ്ഞു. അപ്പോഴത്തേക്കിനും ഈ ഏരിയയിൽ ഒരു കട പോലും ഓപ്പൺ അല്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ആ ഏരിയ മുഴുവൻ നോക്കി. അവിടെ ഒരു കട ഓപ്പൺ അല്ല. സ്വിഗ്ഗിയിൽ നോക്കിയപ്പോൾ പിസ്സ ഹട്ട് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പിസ്സ ഹട്ട് പോയി നോക്കി, പക്ഷേ പിസ്സ ഹട്ട് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് താമസിക്കുന്നിടത്ത് വന്നു. എന്നിട്ട് പിന്നെ മെഗ്ഡി ഉണ്ടെന്ന് സ്വിഗ്ഗിയിൽ കാണിക്കുന്നുണ്ടായി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തു. എന്നിട്ട് ഞങ്ങളത് കഴിച്ചിട്ട് കിടന്നുറങ്ങിയപ്പോൾ സമയം ഒരു 2:30 ആയി. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് we started our journey and now we are in KC. ഇനി we are going back home. That's the whole. വന്ന വഴി മാങ്ങാത്തോട്ടത്തിൽ പോയി. അതെ, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യം. അവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഒരുപാട് മാംഗോസ് ഇങ്ങനെ കയറ്റി പോകാനായിട്ട് ട്രക്കുകളിലിട്ട് കണ്ടു. ഫുള്ള് നമ്മൾ പോകുന്ന വഴി മുഴുവൻ കാണാം. കുറേ ലോറിയിൽ ഇങ്ങനെ കുറേ ട്രക്ക് മാങ്ങ അപ്പോൾ നമ്മളൊരു സൊസൈറ്റിയുടെ മുന്നിൽ നിർത്തി മാംഗോ മേടിക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു ഈ മാംഗോ തോട്ടത്തിലേക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല വെറൈറ്റി മാങ്ങ അതിൽ വാങ്ങിക്കാൻ പറ്റും. ഒരു ഫ്രഷ് പറിച്ചു തരും. എന്നിട്ട് അവിടെ നിന്നും അവർ മാങ്ങകളൊക്കെ തന്നു നമുക്ക്. എന്നിട്ട് നമ്മൾ അടുത്ത ഒരു റോസ് കട്ട് എടുത്ത് ഒരു അമ്മാമ അച്ഛൻ നടന്ന ഒരു ഉള്ളേരിയകളുടെ ഫാമിലോട്ട് പോയി ഞങ്ങൾ. അവിടെ ചെന്ന് പല ആൾക്കാരോട് ചോദിച്ചാണ് ചെല്ലുന്നത് നമ്മൾ. കാരണം ഇത് ചെറിയ ചെറിയ വഴികളാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള ഒരു അപ്പാപ്പനോ അമ്മാമ്മയോ അവരോട് കാര്യം പറയും, നമുക്കിത് മാങ്ങ വേണം എന്നപോലെ. അപ്പം നാട്ടിൽ കൊണ്ടുപോകാനാണെന്നൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞു ഓക്കെ വരാം, വെറൈറ്റീസ് മാങ്ങ ഇവിടെയുണ്ട്. അങ്ങനെ പുള്ളി കൊണ്ടുപോയി ഫാമിനകത്തൊക്കെ കൊണ്ടുപോയി എല്ലാ ടൈപ്പും മാങ്ങയെ കാണിച്ച് അവർ അവിടെ തന്നെ നമ്മുടെ മുമ്പിൽ നമ്മളൊരു 8-10 സൈസ് മാങ്ങ കണ്ട്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മാങ്ങ കഴിക്കാനായിട്ട് കത്തിയും മാങ്ങയൊക്കെ തന്നു. അതൊക്കെ ഞങ്ങൾ കുറേയൊക്കെ കഴിച്ചിരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ പുള്ളി കൊണ്ടുവന്ന് വെറൈറ്റി പല ടൈപ്പ് മാങ്ങകളാണ് ഞങ്ങൾ മേടിച്ചത്. ഒരു 10-20 കിലോ മാങ്ങയോളം ഒരു ചെറിയ ചാക്ക് മുഴുവൻ മാങ്ങ ഉണ്ടായി. അപ്പം നമ്മുടെ വെള്ളിച്ച ട്രിപ്പിന്റെ ഹൈ പോയിന്റ് ഇല്ല, ഞങ്ങൾ തിരുപ്പതിയിലകത്ത് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറേ നേരം അവിടെ ഇരിക്കാനായി. അവിടെ ഇരുന്നപ്പോൾ ഒരു അമ്പലത്തിന്റെ ഒരു സുഖം. അതെ, നല്ലൊരു തൊഴുത് കഴിഞ്ഞിട്ട് അവസാനം ഒരു നല്ല സുഖമായിരുന്നു.
വെളിച്ചന്റെ ഹൈ പോയിന്റ് എന്തായിരുന്നു ട്രിപ്പില്? തിരിച്ചു വരുന്നതാണോ? ഇരുമലയിലെ തിരുപ്പതിയെ കണ്ട് അവസ്ഥ അതൊരു അവസ്ഥ തന്നെയാണ്. അത് വളരെയധികം എൻജോയ് ചെയ്യാനാത്തങ്ങാട് ലയിച്ചതായിട്ടാണ് എൻ്റെ അനുഭൂതി കേട്ടോ. എന്റെ ചിന്തയ്ക്ക് അപ്പുറമായിട്ടുള്ള ഒരു പ്രതീക്ഷയല്ലോ, ഭയങ്കര ഹാപ്പി. ഞങ്ങളെല്ലാവരും ഇതിനു മുമ്പ് തിരുപ്പതി പോയിട്ടുണ്ട്. വെളിച്ചം മാത്രമാണ് ഇതിനു മുമ്പ് പോവാത്തത്. എന്തായാലും നല്ല അനുഭവമായിരുന്നു. 2 ക്ഷേത്രങ്ങളിലും നന്നായിട്ട്. പിന്നെ നമ്മൾ പത്മാവതി ക്ഷേത്രത്തിൽ കയറണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ തിരുപ്പതിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് താമസിച്ചുകൊണ്ട് നമുക്ക് അതിന് സാധിച്ചില്ല. അത് ഇനിയും വരുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. എന്തായാലും നന്നായിരുന്നു. തിരിച്ചു പോയി വീട്ടിലെത്തി കഴിയുന്നവരെ വെജിറ്റബിൾ ഫുഡ് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും ഇന്നലെ രാത്രി പോയി എല്ലാം ആ ഏരിയയിലെ സ്വിഗ്ഗിയിൽ ആകെയുള്ള 3 കട എന്ന് പറയുന്നത് പിസ്സ ഹട്ട്, ഡോമിനോസ്, മെക്ഡൊണാൾഡ്സ്. ഈ 3 കട ആകെ ഉണ്ടായുള്ളൂ. പിസ്സ ഹട്ട് ഞങ്ങൾ തന്നെ പോയി നോക്കി ആ കട അവിടെ അടച്ചേക്കാണെന്ന് ഉറപ്പ് വരുത്തിയിരുന്നതുകൊണ്ട് ആ ഓപ്ഷനിലോട്ട് ഒന്നുമില്ല. പിന്നെ മെക്ഡൊണാൾഡ്സ് പിന്നെ മെക്കാലു ടിക്കി വാങ്ങിക്കാൻ എനിക്കപ്പം തോന്നില്ല. ആദ്യം പറഞ്ഞത് തിരുപ്പതി ചെന്നിട്ട് നമുക്ക് തൊഴാൻ സാധിച്ചു. ഓരോ ശരിക്കും നടയിലെ തിരക്കാണെങ്കിൽ അവർ പിടിച്ചു മാറ്റണമൊന്നുമില്ല. മാറെന്ന് പറയണ്ടെങ്കിൽ അവിടെ സന്തോഷമായിട്ട് നിന്ന് തൊഴാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നാലും ഞാൻ വലിയ വിഗ്രഹമാണല്ലോ മുന്നേ കണ്ടിട്ടുള്ളത്, കുറച്ചും കൂടി അടുത്തായിട്ടാണ്. അപ്പൊ ശരിക്കും കാണാൻ പറ്റുന്ന വെച്ച് കണ്ണടയൊന്നും എടുത്ത് വെച്ചില്ല. സാധാരണ ഗുരുവാരൊക്കെ പോകുമ്പോൾ തന്നെ കണ്ണട. പക്ഷെ ഇത് നല്ല വലിയ വിഗ്രഹമായതുകൊണ്ട് അങ്ങനെ വെച്ചില്ല. എന്നാലും നന്നായിട്ട് തൊഴാൻ പറ്റി. സന്തോഷം. വണ്ടി പാർക്ക് ചെയ്തൊരു MBC 34 എന്ന് പറഞ്ഞ സ്ട്രീറ്റിലെ വണ്ടി പാർക്ക് ചെയ്തതാണ്. ഞങ്ങള് അകത്തോട്ട് കയറി ഇതൊരു ചെറിയ ട്രാവൽ ഗൈഡ് പോർഷനും കൂടിയാണ് കയറി. പിന്നെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കയറി തിരുപ്പതി ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഡുവൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ പോയി നിന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് വന്നിട്ട് പറഞ്ഞു അവിടെ ബസ് കിട്ടും, റൗണ്ടിൽ ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബസ് നോക്കി പോയി. അവിടെ പോയി നിന്നപ്പോൾ കുറേ ടാക്സിക്കാർ അവരാണ് നമ്മളെ ഇപ്പോൾ ബസ് വരും, എപ്പോൾ വരും ബസ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ച് പിടിച്ച് സൈഡിൽ നിൽക്കുകയാണെങ്കിൽ ബസ് വരുന്നു. റോഡിന് ഒരു സൈഡിൽ നിൽക്കുമായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ലെഫ്റ്റ് സൈഡിലോട്ട് ബസ് നോക്കി നിൽക്കുന്നു. ആക്ച്വലി റൈറ്റ് സൈഡിലോട്ടായിരുന്നു ബസ് പോയി. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് ബസ് കണ്ടുപിടിച്ച് എല്ലാവരും കയറി പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ബസ്സിൽ തിരക്കായിരുന്നു. ഞാനും അച്ഛനോട് കയറി പോയി. ബസ് ഇലക്ട്രിക് ബസ് പോലും കാരണം ഇവര് അത്രയും പ്രാവശ്യം അതിനെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് നഷ്ടം തോന്നി. ഞങ്ങള് കേറുമ്പോ വണ്ടി ഫുള്ള് ജസ്റ്റ് ഒരു 100 മീറ്റർ എത്തി കഴിഞ്ഞപ്പോഴും വണ്ടിയിൽ ആളില്ലാതായി. ഇവർക്കോട് കയറായിരുന്നു ആക്ച്വലി. അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയത് ഞങ്ങളെ ഇതിന് ചുറ്റും ഇത്രയും സഞ്ചരിക്കാനുണ്ടെന്ന് ഞങ്ങൾക്ക് ആ ബസ്സിൽ കയറിയപ്പോഴാണ്. അതിൻ്റെ അവിടെ എന്താ ഒരു നമ്മുടെ കൃഷ്ണൻ അർജുനെ തേര് കളിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിക്ക് ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ട് ഒരു വലിയൊരു പാർക്ക്, ഒരു ഗീതോപദേശം പാർക്കിലൊക്കെ പോയി. അതൊക്കെ പാർക്കിൽ പോയാലോ വണ്ടിയിലിരുന്ന് കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾ പെട്ടെന്ന് കയറി എത്തണില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ അത്രയും ഉണ്ട്. വണ്ടി പോകുന്നതേ അറിയുന്നില്ല. പിന്നെ ഫ്രീ സർവീസാണ് വണ്ടി, AC ബസ്സാണ്. ഒരു ഗുഡ് ഓപ്ഷനാണ് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ. അതെല്ലാവർക്കും അറിയില്ലാത്തൊരു കാര്യം. അതെ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങളുടെ തിരുപ്പതി വ്ളോഗ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഫുഡൊക്കെ വന്ന് ഇവിടെ എല്ലാവരും കഴിച്ചു തുടങ്ങി. ഓക്കെ, എല്ലാവരും കമ്മിറ്റഡ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരി, അപ്പൊ അളകെന്താ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്. Nande Nandu signing off. Bye.